Good morning. Good morning, ma'am. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിരുന്നു അല്ലെ? എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാല് ഓർത്ത് നോക്കി ആരെങ്കിലും ഒരാള് പറഞ്ഞു നോക്കിയൊന്ന്. അയച്ചേർന്നില്ലേ? എന്തൊക്കെയായിരുന്നു സ്ട്രാറ്റജീസ്? ആര്യ വിജയൻ പറഞ്ഞു നോക്കി എന്തൊക്കെയായിരുന്നു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? ആര്യ വിജയൻ. നിമിഷ. ഹീര രജീഷ്. Yes, ma'am. പറഞ്ഞോളൂ. Provide patient satisfaction training section to staff. അതായത് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുക. പിന്നെ നെയിം ടാഗ് സ്റ്റാഫിന് നെയിം ടാഗ് കൊടുക്കുക. പിന്നെ സ്റ്റാഫിനെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. മീൻസ് കോൾ ഫോർ സ്റ്റാഫ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽസ് ടു ഈച്ച് ന്യൂ പേഷ്യന്റ്. പിന്നെ മേക്ക് ദ റിസപ്ഷൻ റൂം ഡെക്കർ. ബെറ്ററായിട്ട് റിസപ്ഷൻ റൂം ഡെക്കർ ചെയ്യാം. Conduct post encounter telephone interviews with the new patient within 3 days of the appointment. Appointment ശേഷം 3 days കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു ഇന്റർവ്യൂ ചെയ്യും. ടെലിഫോൺ ഇന്റർവ്യൂ അല്ലേ? Okay. Then develop a patient self-scheduling system within the practice website to get rid of the need to telephone the office for an appointment. അതായത് സ്റ്റാഫിന്റെ അപ്പോയിന്റ്മെന്റിന് ശേഷം വെബ്സൈറ്റിലൂടെയുള്ള പ്രാക്ടീസും മറ്റും കൊടുക്കുക. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞായിരുന്നോ അത്? 3 days after 3 days അതിന് മുകളിലത്തെ കോൾ ഫോർ സ്റ്റാഫ് ടു ഇൻട്രൊഡ്യൂസ് അതായത് സ്റ്റാഫിനെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതങ്ങനെയല്ല, ന്യൂ പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്നില്ലേ? ഇപ്പൊ പ്രായമായവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ ഏത് ഡോക്ടറെയാണ്, ഡോക്ടർ എവിടെയാണ് ഇരിക്കുന്നതൊന്നും അറിയാൻ പറ്റില്ല. അവർക്ക് അങ്ങനെയുള്ള റൂമുകള്, അതുപോലെ തന്നെ റേഡിയോളജി ലാബ് എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാണിച്ചു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാട്ടോ. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഓക്കെ. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നടപ്പിലാക്കുക അല്ലെ? ഇംപ്ലിമെന്റേഷൻ മീൻസ് നടപ്പിലാക്കുക. അപ്പോ നെക്സ്റ്റ് ആണ് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമയ പട്ടിക. ഓക്കെ, നമുക്ക് നോക്കാം. An implementation schedule is a timeline that shows which marketing actions will be done when and by whom. എന്താ പറയുന്നത്? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാല്? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഈസ് ദ ടൈം ലൈൻ. ഒരു സമയരേഖയാണ് അല്ലെ? ഓക്കെ. എന്താണ്? ടൈം ലൈൻ ആണ്. ദാറ്റ് ഷോസ്. ഇനി എന്താണത്
കാണിക്കുന്നത് which marketing actions will be done when and by whom. എന്താണ് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു സമയരേഖ, അതിനെയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോ നിങ്ങളൊരു HA കോഴ്സിൽ ചേർന്നു അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ചേർന്നു. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഇന്ന ടൈം ടേബിൾ ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ഓഫീസിൽ നിന്ന് ഇട്ട് തരും അല്ലെ. ഒരു ദിവസം 10:30 to 11:30 വരെയാണ് ടൈം. അതുപോലെ തന്നെ ഏത് ടീച്ചറാണ് എടുക്കുന്നത്, ടീച്ചറിന്റെ പേരും തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ 11:30 to 12:30 വരെ ആരാണ്, വേറെ ടീച്ചർ ആയിരിക്കും അല്ലെ. അങ്ങനെ എന്താണ് ഓരോ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്, ഓഫീസിൽ നിന്ന് ഇട്ട് തന്നിട്ടുണ്ട് അല്ലെ. അതെന്താണ് നിങ്ങളുടെ കോഴ്സിന്റെ പഠിപ്പിക്കുന്ന ആ സമയരേഖ അല്ലെ, ഒരു ഷെഡ്യൂൾ ആണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഈസ് ദ ടൈം ലൈൻ ദാറ്റ് ഷോസ് വിച്ച് മാർക്കറ്റിംഗ് ആക്ഷൻസ് വിൽ ബി ഡൺ വെൻ ആൻഡ് by whom. മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്ന് കാണിക്കുന്ന സമയരേഖ, അതിനെയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇംപ്ലിമെന്റേഷൻ മീൻസ് എന്താണ്, നടപ്പിലാക്കല്. ഷെഡ്യൂൾ മീൻസ് എന്താണ്, സമയം പട്ടിക. മനസ്സിലായോ? When creating the schedule, carefully take into consideration how the activities will influence the current practice operations and whether there are enough resources such as staff, time and money to fulfill the necessary task. ഇനി നമ്മള് ഇങ്ങനെ സമയരേഖ അല്ലെ, ഇങ്ങനെയുള്ള ഈ ഷെഡ്യൂള് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം, പരിഗണിക്കേണ്ടതുണ്ട്. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള്, ഇങ്ങനെയുള്ള ഷെഡ്യൂള് സമയ പട്ടിക നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ അവിടെ പരിഗണിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഹൗ ദ activities will be influence the current practice operations. ഒരു കാര്യം എന്താണ്, ഒരു കാര്യം പരിഗണിക്കേണ്ടത് എന്താണ്, പുതിയ സർവീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള സർവീസുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ ഹോസ്പിറ്റലുകളില് സർവീസ് കൊടുക്കുന്നുണ്ട് അല്ലെ, ജനങ്ങൾക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നു. നമ്മള് പുതിയ ടെക്നോളജി കൊണ്ടുവന്നപ്പോ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സർവീസുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ അവയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാണ് ഫസ്റ്റ് വണ്ണിൽ പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്താണ്, whether there are enough resources such as staff, time and money to fulfill the necessary task. എന്താണ്, ഇതിനു വേണ്ടിയിട്ടല്ലേ പുതിയ സർവീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടോ, ടൈം ഉണ്ടോ, അതുപോലെ മണി അല്ലെ, ഹോസ്പിറ്റലിന് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മള് ചെക്ക് ചെയ്യണം. രണ്ട് കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. മനസ്സിലായോ? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് നമ്മൾ നടപ്പിലാക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. പുതിയൊരു കാര്യം കൊണ്ടുവരുമ്പോ പഴയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ അവയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ പുതിയൊരു ടെക്നോളജി കൊണ്ടുവരുമ്പോ അതിനുള്ള സ്റ്റാഫുകൾ അവിടെ അവൈലബിൾ ആണോ അല്ലെ, ടൈം ഉണ്ടോ, അതുപോലെ തന്നെ മണി അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ക്ലിയർ ആണോ? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഇനി നെക്സ്റ്റ് ആണ് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. Evaluate plans frequently by comparing your progress with the implementation schedule. ഇനി പുതിയൊരു കാര്യം പഴയ കാര്യവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പുതിയ കാര്യം നടപ്പിലാക്കുമ്പോൾ എന്തെങ്കിലും പുതിയ കാര്യത്തിന് പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ടോ, അവർക്ക് പുരോഗതി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലെ. പഴയ കാര്യവും അതുപോലെ തന്നെ പുതിയ കാര്യവും ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പഴയ കാര്യം പുതിയ കാര്യം കൂടി നമ്മൾ കമ്പയർ ചെയ്തിട്ട് പുതിയ ഒരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ,
ആ പുതിയ കാര്യത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്സിൽ പറയുന്നത് കേട്ടോ. പുതിയൊരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി ഏതൊക്കെ വേയിലൂടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, there are several ways you can judge the results of your progress. ഇനി കുറെ വഴികളുണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്രോഗ്രസ്, പുതിയൊരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിന്റെ പ്രോഗ്രസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കുറെ വഴികളുണ്ട് അല്ലെ. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? പേഷ്യന്റ് സർവേ സ്കോർസ്. പേഷ്യന്റ് സർവേ നടത്തിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ റഫറൽ സോഴ്സസ്, കസ്റ്റമേഴ്സിൽ നിന്നൊക്കെ ഇൻഫർമേഷൻസ് ശേഖരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി ഇൻക്രീസ് ഇൻകം, ഹോസ്പിറ്റലിലെ ഇൻകം ഇൻക്രീസ് ആവുമ്പോൾ അല്ലെ, ഹോസ്പിറ്റലിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പുരോഗതി ഉണ്ട് എന്നുള്ളത്. ഇനി ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ് അല്ലെ, പുതിയ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡിക്രീസ്ഡ് കംപ്ലൈൻസ്, കംപ്ലൈൻസ് കുറച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുതിയൊരു ടെക്നോളജി കൊണ്ട് വന്നിട്ട് അതിന് പുരോഗതി ഉണ്ട്. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്സിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ എലമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും കാലം നമ്മൾ പറഞ്ഞത് എലമെന്റ്സ് ആയിരുന്നു. മാർക്കറ്റിംഗ് പ്ലാൻ എലമെന്റ്സ് ഓർക്കുന്നുണ്ടോ? ഓക്കെ, വായിച്ചവർക്ക് അറിയാം, അപ് ടു ഡേറ്റ് ആയിട്ട് വായിച്ചവർക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്, മാർക്കറ്റ് റിസർച്ച്, അനലൈസ് ദി റിസർച്ച്, identify target audience, determining a budget, develop marketing strategies, develop an implementation schedule, create an evaluation process. Okay, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ 2 സ്റ്റെപ്പുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. മാർക്കറ്റിംഗിന്റെ, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ എന്തൊക്കെയായിരുന്നു? മാർക്കറ്റിംഗ് പ്ലാനിങ്ങും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനും. ഓക്കെ, മാർക്കറ്റിംഗ് പ്ലാനിങ്ങിന്റെ എലമെന്റ്സ് ആണ് നമ്മൾ ഇത്രയും നാള് പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മോസ്റ്റ് നോട്ടീസബിൾ ഓഫ് എനി ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾസ്. ഓക്കെ, ഏതൊക്കെയാണ് വേരിയബിൾസ് മാർക്കറ്റിംഗ് മിക്സ്? ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ്? ഓർമ്മയില്ല? 4 ഉണ്ടല്ലേ. ഏതൊക്കെയായിരുന്നു ശരണ്യ? പ്ലേസ്, പ്ലേസ്, പ്രൈസ്, ഓക്കെ, പ്രൊഡക്റ്റ്, പ്രമോഷൻ. അതാണ് 4 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അതുപോലെ തന്നെ 4 P's നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, പ്ലേസ്, പ്രൊഡക്റ്റ്, പ്രമോഷൻ, പിന്നെന്താ? പ്രൈസ്. അങ്ങനെ 4 എന്താണ് മാർക്കറ്റിംഗ്, 4 P's ഓഫ് മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് അപ്പോ മാർക്കറ്റിംഗ് വേരിയബിൾസ് അല്ലെ. ഇങ്ങനെയുള്ള ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയാലും 4 P's ഓഫ് മാർക്കറ്റിംഗ് ആയിട്ടുണ്ടെങ്കിലും ഈ 2 കാര്യങ്ങളും എന്താണ്? ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. എന്താണ് പറയുന്നത്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മോസ്റ്റ് നോട്ടീസബിൾ ഓഫ് എനി ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾസ്. നമ്മള് 4 P's ഓഫ് മാർക്കറ്റിംഗും 4 സ്ട്രാറ്റജീസും അല്ലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 2 കാര്യങ്ങളും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വെരി ഇമ്പോർട്ടന്റ് ഘടകങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നോക്കിയേ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് എലമെന്റ്സ് ദാറ്റ് മേക്ക് അപ്പ് ദ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. ഇനി എന്താണ് ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെയാണ് വരുന്നത്?
മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടത്? അഡ്വർടൈസിങ് അല്ലെ. എന്താണ്? ജനങ്ങളിലേക്ക് പുതിയൊരു ടെക്നോളജി വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിംഗ്, അല്ലെങ്കിൽ എന്താണ് പുതിയൊരു ഹോസ്പിറ്റൽ വരുന്നുണ്ട് അല്ലെ, എന്നതാണ് സർവീസസ്, എന്നതാണ് അതിന്റെ ബെനിഫിറ്റുകൾ, ടെക്നോളജിയുടെ ബെനിഫിറ്റുകൾ ഇതാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് അല്ലെ വിലക്കുറവില് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് എന്നുള്ളതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അഡ്വർടൈസിങ് സഹായിക്കുന്നുണ്ടല്ലേ. അതൊരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ് പേഴ്സണൽ സെല്ലിംഗ് അല്ലെ, വ്യക്തിഗത വിൽപ്പന, പേഴ്സണൽ സെല്ലിംഗ്. സെയിൽസ് പ്രമോഷൻ അറിയാലോ, വിപണിയുമായിട്ട് ബന്ധപ്പെട്ട വിൽപ്പന. ഇനി എന്താണ് പബ്ലിസിറ്റി, കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെ. ഇനി എന്താണ് സൈബർ മാർക്കറ്റിംഗ്, ഓൺലൈൻ ആയിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഡാഷ് ഈസ് ദ മോസ്റ്റ് നോട്ടീസബിൾ ഓഫ് എനി ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ് വാരിയബിൾസ് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നോക്കാം മെത്തേഡ്സ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. Okay, few marketing methods are health education camps, awareness programs for customers medical camp, consumers medical camp, website marketing to different referral avenues such as corporate insurance companies, smaller healthcare organization, alluring international patient through medical tourism and promotional packages for various occasions. എന്താണ് പറയുന്നത്? ഈ മാർക്കറ്റിംഗ് മെത്തേഡ്സ് നമ്മള് ഡിഫറെന്റ് തരത്തിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട് അല്ലെ. ഇങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഏതൊക്കെ മെത്തേഡ്സിലൂടെ മാർക്കറ്റിംഗ് നടത്താൻ പറ്റും? ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പ്സിലൂടെ, അതുപോലെ പല അവയർനെസ് പ്രോഗ്രാംസ് അല്ലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ മെഡിക്കൽ ക്യാമ്പ് ഒക്കെ വെക്കുന്നത്, അതിലൂടെയൊക്കെ എന്താണ് ഇപ്പൊ കണ്ണ് പരിശോധനയ്ക്കൊക്കെ ആണെങ്കിൽ അവരെന്താണ് ഇന്ന ഹോസ്പിറ്റലില് ഇന്ന ദിവസം വരാനൊക്കെ പറയില്ലേ, മെഡിക്കൽ ക്യാമ്പ് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് വെബ്സൈറ്റ് മാർക്കറ്റിംഗ് അല്ലെ. പല എന്താണ് ഓർഗനൈസേഷൻസും ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ഈ ഹോസ്പിറ്റലുമായിട്ട് ടൈ അപ്പ് ചെയ്തുകൊണ്ട് എന്താണ് വെബ്സൈറ്റ് മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഫോറിനേഴ്സ് ഒക്കെ, ഇന്റർനാഷണൽ പേഷ്യൻസ് അല്ലെ, ഫോറിനേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചികിത്സ നടത്താറുണ്ട് അല്ലെ. അതൊക്കെ എന്താണ് ഒരു ടൂറിസത്തിന്റെ, മെഡിക്കൽ ടൂറിസത്തിന്റെ ബേസിലാണ്. അപ്പൊ അതൊക്കെ എന്താണ് ഒരു മാർക്കറ്റിംഗ് മെത്തേഡ്സുകളാണ് അല്ലെ. നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് പറയുന്നത്. ഇനി എന്താണ് ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ഫുൾഫിൽഡ് ബൈ ഡെവലപ്പിംഗ് സ്മാർട്ട് ആൻഡ് സെൻസിബിൾ അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. ഇനി ഫലപ്രദമായിട്ടുള്ള ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ പൂർത്തീകരണം നടക്കണമെങ്കിൽ എന്താണ് സമർത്ഥമായതും വിവേകപൂർണമായതുമായ പരസ്യ വിപണന ക്യാമ്പയിനുകൾ വികസിപ്പിച്ചെടുക്കണം. നമ്മളിപ്പോ ഒരു പരസ്യം കാണുമ്പോൾ എന്താണ് അതൊരു ജസ്റ്റ് 1-2 മിനിറ്റ് ആയിരിക്കും അല്ലെ ഉണ്ടാകുന്നത്. നമ്മളിപ്പോ സീരിയൽ ആയാലും സിനിമ ആയാലും കാണുമ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു പരസ്യം വരും അല്ലെ. നമുക്ക് ചിലപ്പോ ദേഷ്യം വരാറുണ്ട് ഇല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പരസ്യങ്ങള് എന്താണ് ഒരു ചെറിയ അല്ലെ ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ ഒക്കെയാണ് ആ പരസ്യങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ. നിങ്ങളപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പരസ്യങ്ങൾ വരുമ്പോ അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് മിനിറ്റ്സ് ആയിരിക്കും, കുറച്ച് ടൈം ആയിരിക്കും. അതിനുള്ളില് ജനങ്ങളെ ഒരു അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരിക്കണം പരസ്യ വിപണന ക്യാമ്പയിനുകൾ നടത്തുന്നത്. മനസ്സിലായോ? പരസ്യം അപ്പൊ എങ്ങനെ വേണം? കുറച്ച് ടൈമില് ആളുകൾക്ക് ആ കൺസെപ്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ആളുകളുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരസ്യങ്ങൾ വരുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ, മാർക്കറ്റിംഗ് പരസ്യ വിപണന ക്യാമ്പയിനുകൾ വികസിപ്പിച്ചെടുക്കുക. ഇനി എന്താണ് hospital marketing campaigns should consist of a well-structured media mix to include press release,
പ്രിന്റ്, ടെലിവിഷൻ, റേഡിയോ ആൻഡ് വെബ്. ഇനി എങ്ങനെയാണ് ഈ എന്താണ് ഈ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് നടത്താൻ പറ്റും? എങ്ങനെയുള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മീഡിയാസിലൂടെ അല്ലെ? എന്തൊക്കെയാണ് വെൽ സ്ട്രക്ചേർഡ് മീഡിയാസ് എന്ന് പറയുന്നത്? ഇൻക്ലൂഡ്സ് പ്രസ് റിലീസസ്, പത്രക്കുറിപ്പുകളിലൂടെ, അതുപോലെ തന്നെ പ്രിന്റുകള്, ടെലിവിഷൻസ്, റേഡിയോ, അതുപോലെ ഓൺലൈൻ അല്ലെ, വെബ്സൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മീഡിയ വഴി മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ വികസിപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പോ പേപ്പറിലൂടെ നമുക്ക് പത്രക്കുറിപ്പുകളിലൂടെയൊക്കെ, അതുപോലെ തന്നെ പേപ്പറിന്റെ കൂടെയൊക്കെ ഒരു നോട്ടീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളല്ലേ? ഇപ്പൊ എന്താണ് ആയുർവേദ ആശുപത്രി തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇന്ന സർവീസ് പുതിയതായിട്ട് ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ ക്യാമ്പ് ഉണ്ട് ഇന്ന ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറില്ലേ നിങ്ങള് പത്രത്തിന് കൂടെയൊക്കെ നോട്ടീസ് വെക്കുന്നത്? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങള് പലതരത്തിലുള്ള നമുക്ക് മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും സ്ട്രക്ചേർഡ് മീഡിയാസ് വഴി അല്ലെ. അതാണ് പറയുന്നത് ഇൻക്ലൂഡ് പ്രസ് റിലീസസ്, പ്രിന്റ്, എന്താണ് റേഡിയോസ്, ടെലിവിഷൻ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല അതിനകത്തുനിന്ന്. ഇനി മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. അതുപോലെ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് ഫസ്റ്റ് സെന്റൻസ് മാർക്ക് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ, ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വയ്ക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടി വരും. ഇത്രയും ഉള്ളൂ നമ്മുടെ മാർക്കറ്റിംഗ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി മിസ് എടുക്കാൻ പോകുന്നത് ഹൗസ് കീപ്പിംഗ് ആണ് കേട്ടോ. 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ്. 3rd മൊഡ്യൂളിൽ ചാപ്റ്റർ എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നെടുത്ത ഭാഗത്തുനിന്ന് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ആ സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് സെന്റൻസ്, മാർക്കറ്റ് ഡാഷ് ഈസ് ദ മോസ്റ്റ് നോട്ടീസബിൾ ഓഫ് എനി ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ് വാരിയബിൾസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ബാക്കിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അതുപോലെ സ്ട്രാറ്റജീസ് പഠിക്കണേ, സ്ട്രാറ്റജീസ് പഠിക്കണം. അതുപോലെ മാർക്കറ്റ് റിസർച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്നുള്ളത്? അതുപോലെ 2 ടൈപ്സ് ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറി. എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം. ഈ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. മാർക്കറ്റിംഗ് പ്ലാൻ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അതുപോലെ ആ സ്റ്റെപ്പ്, നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യുന്ന 6 സ്റ്റെപ്പ് ഓർത്ത് വയ്ക്കാം. അതുപോലെ ഓരോ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാവുന്നതാണ്. 4 Ps ചോദിക്കും. അതുപോലെ ഈ മാർക്കറ്റിംഗിന്റെ സെവറൽ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഡെഫിനിഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഇനി മിസ് എടുക്കുന്നത് 4th മൊഡ്യൂളിലെ ഹൗസ് കീപ്പിംഗ് സർവീസസ് ആണ്. 3rd മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് എടുത്ത് തീർന്നിട്ടില്ല. അപ്പൊ അടുത്ത് ഈ ഹൗസ് കീപ്പിംഗ് എടുത്ത് കഴിഞ്ഞിട്ട് മിസ് എടുത്തോളാം കേട്ടോ. ഓക്കെ, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, അതുപോലെ ഡിസ്ചാർജ് പ്രോസസ് ഒക്കെ എടുക്കാം. മിസ്സിനുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇതെടുത്ത് കഴിഞ്ഞിട്ട് മിസ്, ഇത് ഇത്തിരി എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, നമുക്കപ്പം ബോറടിക്കില്ല. മറ്റേതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നല്ല, എല്ലാ ദിവസവും പഠിക്കണം നമ്മൾ. ഞാൻ പറഞ്ഞിട്ടില്ലേ, 3rd, 4th മൊഡ്യൂൾ എല്ലാ ദിവസവും അന്നന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് വായിച്ചെങ്കിലും വെക്കാം. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആരും പറഞ്ഞില്ലല്ലോ. എന്ത് പറ്റി? ആരും വായിച്ചില്ലേ? അതാണ് പറയുന്നത്, അന്നന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിക്കണം എന്നുള്ളത് കേട്ടോ. ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ആരെങ്കിലും ശ്രീലക്ഷ്മിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ. 4th മൊഡ്യൂളിലെ
തേർഡ് ചാപ്റ്റർ ആണ് ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഓക്കെ, തേർഡ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഞാൻ എടുക്കും. ഇതെടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതായിരിക്കും എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഇത്തിരി എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, ബോറടിക്കില്ല, അതുകൊണ്ടാണ് മിസ് ഇതെടുത്തത് കേട്ടോ. ഹൗസ്കീപ്പിംഗ് സർവീസസ് എല്ലാവരും എടുത്തോ? ചാപ്റ്റർ 4th മൊഡ്യൂള് 3rd ചാപ്റ്റർ. എന്താണ് ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറഞ്ഞാല്? എന്താണ് ഹൗസ് കീപ്പിംഗ് സർവീസസ്? ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഗുഡ്, ക്ലീനിങ് ആണല്ലേ. നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ അവിടെ ചേച്ചിമാരൊക്കെ ഇരുന്നിട്ട് ക്ലീൻ ചെയ്യുന്നത് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, തുടയ്ക്കുന്നത്, അടിക്കുന്നത്, കഴുകുന്നതൊക്കെ കാണാറില്ലേ? ഓക്കെ, അതിനെയാണ് നമ്മൾ ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കിയേ. എ patient coming for the time to a hospital when welcomed a tidy environment as well as a elegant feeling lessens half of his misery and increase his confidence in a hospital. അപ്പോ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് കയറി ചെല്ലുമ്പോ തന്നെ നല്ല എന്താണ് ടൈഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈഡി മീനിങ് എന്തായിരിക്കും? എന്താണ് ടൈഡി എന്ന് പറഞ്ഞാല് മീനിങ്? വൃത്തിയുള്ള അല്ലെ, ഒരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നാം? നിങ്ങളൊരു ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമ്പോ നല്ലൊരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കാം? ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ് അല്ലെ, ഒരു സന്തോഷം തോന്നും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു അസുഖവുമായിട്ടല്ലേ, ചിലപ്പോ പനിയൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ആ അന്തരീക്ഷം കാണുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ പകുതി അസുഖം കുറയുന്നത് പോലെ തോന്നാറില്ലേ? ഇല്ലേ? നമുക്കൊരു സന്തോഷം, അതുപോലെ തന്നെ നമ്മുടെ പകുതി അസുഖം കുറയാം അല്ലെ, ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലെ, നമുക്ക് എന്താണ് ഒരു ആത്മവിശ്വാസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. ഇതിലൂടെ ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിലൂടെ. ഓക്കെ, ഇനി എന്താണ് ഹൗസ് കീപ്പിംഗ് സർവീസസ് അതർവൈസ് കോൾഡ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസസിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? എൻവയോൺമെന്റൽ സർവീസസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. എൻവയോൺമെന്റൽ സർവീസസ് ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ പ്രൊവൈഡിങ് എ സേഫ്, clean, pleasant, orderly and functional environment for both the patient and the hospital officials. എന്താണ്? രോഗിക്കും അതുപോലെ തന്നെ ആശുപത്രി ഉദ്യോഗസ്ഥർക്കും സുരക്ഷിതമായതും വൃത്തിയുള്ളതുമായതും അതുപോലെ തന്നെ ചിട്ടയായതും പ്രവർത്തനപരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഹൗസ് കീപ്പിംഗ് സർവീസസ് പ്രദാനം ചെയ്യുന്നത്. ക്ലിയർ ആയോ? അവിടെ വരുന്ന രോഗികൾക്കായാലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായാലും വൃത്തിയുള്ളതും സേഫ് ആയിട്ടുള്ളതും അതുപോലെ എന്താണ് ചിട്ടയായിട്ടുള്ളതും പ്രവർത്തനപരവുമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതില് പഠിക്കേണ്ട ഇൻട്രൊഡക്ഷനിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഹൗസ് കീപ്പിംഗ് സർവീസസ് അതർവൈസ് called എന്താണ്? എൻവയോൺമെന്റൽ സർവീസസ്. അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. The 3 important housekeeping task in hospitals consist of following. ഇനി ഹൗസ്കീപ്പിംഗ് സർവീസസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. To clean and sanitizing. To clean. കറക്റ്റ് അല്ലേ? നിങ്ങൾ PDF ഇവിടെ പ്രിന്റിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. സ്ക്രീനിൽ ഇട്ടിരിക്കുന്ന പ്രിന്റിൽ വ്യത്യാസം ഉണ്ട്. ഓക്കെ, മിസ് വായിക്കാം കേട്ടോ. അത് To cleaning and
sanitizing high-touch surfaces in the patient room and rest room. To cleaning and sanitizing high-touch surfaces in patient rooms and rest room. എന്ത് ചെയ്യണം? ഈ ഹൈ ടച്ച് സർഫസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ പേഷ്യൻസ് റൂമില്, അല്ലേ? കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അതിനെയാണ് ഹൈ ടച്ച് സർഫസസ് എന്ന് പറയുന്നത്. അങ്ങനെ പേഷ്യൻസ് റൂമില് ഉള്ള ഹൈ ടച്ച് സർഫസസിൽ എന്ത് ചെയ്യണം? അത് ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ റെസ്റ്റ് റൂം ആണെങ്കിലും കൈകൊണ്ട് തൊടാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ക്ലീൻ ആക്കി സാനിറ്റൈസ് ചെയ്യാം. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക്. ഇനി സെക്കൻഡ് ഇമ്പോർട്ടന്റ് ടാസ്ക് ഏതാണ്? ടു fill up empty paper towels, soap container and office supplies. Okay, അപ്പൊ എന്താണ് ഈ പേപ്പർ ടവൽസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? എന്തായിരിക്കും പേപ്പർ ടവല്? ടിഷ്യൂസ്. വെരി ഗുഡ് അല്ലെ? പേപ്പർ ടവൽ എന്ന് പറഞ്ഞാൽ ടിഷ്യൂസ് ആണ് കേട്ടോ. അറിയാത്തവർ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അങ്ങനെയുള്ള ടിഷ്യൂസുകള്, അതുപോലെ സോപ്പ്, അതിന്റെയൊക്കെ കണ്ടെയ്നറിൽ അതൊക്കെ എംപ്റ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി എന്താണ് തേർഡ് വൺ പറയുന്നത്? ടു ഡിസ്പോസ് ദ ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലെ വേസ്റ്റുകള് ഡംപ് ചെയ്ത് കത്തിച്ച് കളയണം, അല്ലെ? ഡിസ്പോസൽ പ്രോപ്പർലി ആയിട്ട് അത് നിർമ്മാർജ്ജനം ചെയ്ത് കളയണം. ഇത്രയും കാര്യങ്ങളാണ് ഹൗസ് കീപ്പിംഗിന്റെ 3 മെയിൻ ഇമ്പോർട്ടന്റ് ടാസ്കുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? പേഷ്യന്റ് റൂംസിന്റെയും അതുപോലെ തന്നെ റെസ്റ്റ് റൂംസിന്റെയും കൈകൊണ്ട് തൊടാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ക്ലീൻ ആക്കി സാനിറ്റൈസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? ഹൗസ് കീപ്പിംഗ്, ഹോസ്പിറ്റൽ സപ്ലൈസ്, പല മെറ്റീരിയൽസ് ഉണ്ടാവും, സോപ്പ് കണ്ടെയ്നേഴ്സ് അതൊക്കെ, അതുപോലെ തന്നെ പേപ്പർ ടവൽസ് ഒക്കെ എംപ്റ്റി ആണെങ്കിൽ എന്ത് ചെയ്യാം? അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യണം? പ്രോപ്പർലി അത് ഡിസ്പോസ് ചെയ്ത് ചെയ്യാം, നിർമ്മാർജ്ജനം ചെയ്ത് കളയാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? 3 ഇമ്പോർട്ടന്റ് ടാസ്ക് ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, എളുപ്പമുണ്ടോ ചാപ്റ്റർ പഠിക്കാനായിട്ട്? ഇനി നെക്സ്റ്റ് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് ഹൗസ് കീപ്പിംഗിന്റെ? ഫസ്റ്റ് വൺ പറയുന്നത് ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. എന്താണ് ഹൈജീനിക് എന്ന് പറഞ്ഞാല്? അറിയാൻ പറ്റുമല്ലോ എല്ലാവർക്കും. എന്താണ് ഹൈജീനിക്? വൃത്തിയല്ലേ? ശുചിത്വം. വൃത്തിയായ അല്ലെങ്കിൽ ശുചിയായ
എന്താണ് ഹൗസ് കീപ്പിംഗ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു വൃത്തിയുള്ള ശുചിയായ ഒരു അന്തരീക്ഷമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രദാനം ചെയ്യുന്നത്. ഇനി എന്താണ് ടു മീറ്റ് ദ ഹോപ്പ് ഓഫ് കമ്മ്യൂണിറ്റി അല്ലെ. സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാനായിട്ട് ഹൗസ് കീപ്പിംഗ് സർവീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. എന്താണ് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വൃത്തിയുള്ള അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവിടെ രോഗികൾക്ക് എപ്പോഴും വേണമെങ്കിലും ആ ഹോസ്പിറ്റലിലോട്ട് കയറി ചെല്ലാനായിട്ടും അവിടെ നല്ല രീതിയിൽ അല്ലെ പെരുമാറാനായിട്ടും സഹായിക്കുന്നുണ്ട് അല്ലെ. അവരുടെ പകുതി അസുഖം മാറാനായിട്ടും ഒരു കോൺഫിഡൻസ് കിട്ടാനായിട്ടും ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ വൃത്തി അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഹൈജീനിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഓരോ ഹോസ്പിറ്റലും പ്രൊവൈഡ് ചെയ്യുമ്പോഴും സമൂഹത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ ആ ഹോസ്പിറ്റലിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്ത് ഹൗസ് കീപ്പിംഗ് സർവീസസ്. അതാണ് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാനായിട്ട് സഹായിക്കുന്നു. ഇനി എന്താണ് ടു മെയിൻറ്റെയിൻ a high reputation of the hospital. നമ്മൾ പറഞ്ഞ എന്താണ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലിന്റെ ഒരു റെപ്യൂട്ടേഷൻ അല്ലെ. റെപ്യൂട്ടേഷൻ എന്താണ്? റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാല് റെപ്യൂട്ടേഷൻ എന്തായിരിക്കും? സൽപ്പേര് അല്ലെ. നല്ല രീതിയിൽ ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ എപ്പോഴും കസ്റ്റമേഴ്സ് അല്ലെ പേഷ്യൻസ് വന്ന് കയറാനായിട്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ചിലപ്പോ അവര് വന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞ് ആ ഹോസ്പിറ്റലിൽ ഒരു പ്രശസ്തി നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ. ഇനി എന്താണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോള്. ഇങ്ങനെ നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നതിലൂടെ ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ടു ഇമ്പാക്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ടു മീറ്റ് ദ ഹോപ്പ് ഓഫ് community, to maintain a high reputation of the hospital infection control. Okay. Next ആണ് objective of housekeeping. വായിക്കണോ? ഇമ്പോർട്ടൻസ് ഒന്ന് വായിക്കണോ നിങ്ങൾക്ക്? ജസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാം രണ്ടും കേട്ടോ. ഓക്കെ. ഒബ്ജക്റ്റീവ്സ് നോക്കാം. കോമൺ സാനിറ്റേഷൻ, ക്ലീൻലിനെസ് and comfortable environment അല്ലെ. അവിടെ സ്ക്രീനിൽ തെറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ് ശുചിയായിട്ടുള്ള അതുപോലെ തന്നെ വൃത്തിയായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഹൗസ് കീപ്പിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഡെവലപ്പ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ഓക്കെ. നല്ല രീതിയിലുള്ള ഒരു യോഗ്യമായ, പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് യോഗ്യമായ, റിലേബിൾ എന്ന് പറഞ്ഞാല് വിശ്വാസയോഗ്യമായ അല്ലെ. മര്യാദ. ഓക്കെ. മര്യാദ അതുപോലെ തന്നെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും സർവീസ് ഹൗസ് കീപ്പിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ട്ലി റിലേഷൻസ്. ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ഹൗസ് കീപ്പിംഗ് സർവീസ് സഹായിക്കുന്നുണ്ട്. എൻഷുർ സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്. എന്താ പറയുന്നത്? എൻഷുറിങ് സേഫ്റ്റി ഓഫ് പേഷ്യന്റ് അല്ലെ. പേഷ്യൻസിന്റെ അതുപോലെ അവരുടെ റിലേറ്റീവ്സിന്റെ ഫാമിലിയുടെ അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും സേഫ്റ്റി പ്രദാനം ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട്. Quality restraining of sanitary equipments and എന്താണ് ക്ലീനിങ് ഏജൻസ്. എന്തായിരിക്കാം സാനിറ്ററി എക്യുപ്മെന്റ്സ്? എക്സാമ്പിൾ പറയാൻ പറ്റോ? എന്തൊക്കെ വരും? നാപ്കിൻ, സാനിറ്റൈസർ. ഓക്കെ. ഈ ക്ലോറിൻ. ഓക്കെ. സാനിറ്ററി എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാല് എന്താണ് ഡസ്റ്റ് പാൻസ് അതുപോലെ തന്നെ
എന്താണ് വാക്വം ക്ലീനർ ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ പൊടിയൊക്കെ തുടക്കുന്നത്, അതൊക്കെയാണ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എക്യുപ്മെന്റ്സ്, ബ്രൂംസ്, ബ്രഷ്, ഓക്കെ, ഇതൊക്കെയാണ് എക്യുപ്മെന്റ്സ് ആയിട്ട് വരുന്നത്. ഇനി ക്ലീനിങ് ഏജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ലോഷൻ, ലിക്വിഡ്, ഡെറ്റോൾ ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ പല പൗഡേഴ്സ് ഉണ്ടാവും, ഫെനോയില്, ഓക്കെ, അതുപോലെ എന്താണ് സ്പ്രേകള്, ചെറിയ പ്രാണികളൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചെറിയ സ്പ്രേകള്, ഇതൊക്കെയാണ് ക്ലീനിങ് ഏജൻസിൽ വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ മതി. സാനിറ്ററി എക്യുപ്മെന്റ്സ് ഉണ്ട്, അതുപോലെ ക്ലീനിങ് ക്ലീനിങ് ഏജൻസ്, ഇതൊക്കെ എന്താണ്, ഇതിന്റെ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യണം, നിലനിർത്തണം അല്ലെ. ഇതിനൊക്കെ ക്വാളിറ്റി അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണെങ്കിൽ അത് ഉപയോഗശൂന്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റികള്, അതുപോലെ ഇപ്പൊ വാക്വം ക്ലീനർ ഒക്കെ പ്രവർത്തിക്കുന്നില്ല എങ്കിലൊക്കെ എന്താണ്, നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ക്വാളിറ്റി നമ്മൾ നിലനിർത്താം. പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്, എന്ത് ചെയ്യണം, റെക്കോർഡ് പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുകയും അതുപോലെ പ്രോപ്പർലി എന്ത് ചെയ്യണം, ഈ ഫീഡ്ബാക്കും കീപ്പ് ചെയ്ത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയും ഇമ്പോർട്ടൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഇമ്പോർട്ടൻസും അതുപോലെ ഒബ്ജക്റ്റീവ്സും ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ പോയിന്റ്സിൽ? ഓക്കെ, ഇനി ലൊക്കേഷൻ നോക്കാം കേട്ടോ. ഹൗസ് കീപ്പിംഗ് അറ്റൻഡ് all areas and departments of the hospital, so though may be situated in a non-prime area, it should be as far as possible centrally located and close to vertical transport system to make a way for easy movement of housekeeping materials and equipments. ഓക്കെ, അപ്പോ ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥിതി ചെയ്യുന്നത് അല്ലെ, ആ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരിക്കാം? നമ്മൾ കയറി ചെല്ലുമ്പോ ഉള്ള കാണുന്ന സ്ഥലത്തായിരിക്കോ
നിങ്ങളൊരു ഹോസ്പിറ്റലിൽ കയറി ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന സ്ഥലം ഏതാണ്? 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 റിസപ്ഷൻ അല്ലെ? റിസപ്ഷൻ, എൻക്വയറി, ഇതൊക്കെ ആയിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ എന്താണ് നമ്മൾ കയറി ചെല്ലണടുത്ത് ഇങ്ങനെയുള്ള ഈ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഏരിയ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ? ആളുകൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ ലൊക്കേഷൻ വരുന്നത്? നോൺ പ്രൈം ഏരിയയിലായിരിക്കും. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഒരു പ്രധാനം അല്ലാത്തൊരു ഏരിയയില് അല്ലെ? റിസപ്ഷൻ ഒക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ അല്ലെ? ഹോസ്പിറ്റൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്നൊക്കെ പറഞ്ഞാല് റിസപ്ഷൻ, എൻക്വയറി ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ, ഈ ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് ഇതിന്റെ സർവീസസിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ അധികം പ്രധാനമില്ലാത്ത ഏരിയയിലായിരിക്കും ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലായിരിക്കും ഈ ഏരിയ വരുന്നത്. കാരണം എന്താണ്? സെൻട്രലി ആയിട്ടായിരിക്കും ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ? ആ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ, പല നിലകളുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എക്യുപ്മെന്റ്സ് പാർക്കിംഗിൽ നിന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഇങ്ങനെയുള്ള വെർട്ടിക്കൽ കുത്തനെയുള്ള ഈ ട്രാൻസ്പോർട്ടേഷൻ സ്ലോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളുടെയും ഇടയിൽ സെൻട്രലി ആയിട്ടായിരിക്കും ഈ ഏരിയ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ് നോൺ പ്രൈം ഏരിയ. ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഓക്കെ, ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നോൺ പ്രൈം ഏരിയയിലാണ് കേട്ടോ. അതിന് പ്രധാനമില്ലാത്ത ഏരിയയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ, മാനേജർ. ഫസ്റ്റ് നമ്മള് ഏതൊരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചാലും CSSD പഠിച്ചിരുന്നു, അതുപോലെ പല ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിനൊക്കെ എന്തുണ്ട്? ഓർഗാനോഗ്രാം ഉണ്ട് അല്ലെ? ഇല്ലേ? ഓർഗാനോഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ ഫസ്റ്റ് ആ പൊസിഷനിൽ വരുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ, മാനേജർ ആണ്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കി. ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെയുള്ള ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ ഡിപ്പാർട്ട്മെന്റ് നയിക്കുന്ന വ്യക്തിയാണ് ആര്? മാനേജർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ആ ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുക. നമ്മൾ പറയാറുണ്ടല്ലേ ലീഡർ, സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ പറയാറുണ്ടല്ലേ ലീഡർ ആയിട്ടുള്ളവര് അല്ലെ? നമ്മൾ എന്താണ് ക്ലാസ് മൊത്തം നയിക്കേണ്ടവരാണ് അല്ലെ? അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് നയിക്കേണ്ടത് ആരാണ്? ഈ മാനേജർ ആണ്. He or she should be able to form, control and develop housekeeping services in the hospital. എന്തൊക്കെയാണ്? ഹൗസ് കീപ്പിംഗ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫോം ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ആരാണ്? മാനേജർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് ആ ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫോം ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ഈ മാനേജർ ആണ്. ഇനി നെക്സ്റ്റ് ആണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ്. ഓക്കെ, trained and acquainted with the housekeeping procedures and able to manage the housekeeping staff. Okay, ഈ acquainted എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? acquainted എന്തായിരിക്കാം മീനിങ് വരുന്നത്? എന്തായിരിക്കാം acquainted എന്ന് പറഞ്ഞാല്? acquainted എന്ന് പറഞ്ഞാല് പരിചയമുള്ള കേട്ടോ. പരിചയമുള്ള ട്രെയിനഡ് ആയിട്ടുള്ള ആളുകളാണ് ആരെന്ന് പറഞ്ഞാല് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിന്റെ എല്ലാ കാര്യങ്ങളിലും ട്രെയിനിങ് ലഭിച്ചവരും വളരെ പരിചയമുള്ള ആളുകളാണ് ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പേഴ്സും ഫ്ലോർ സൂപ്പർവൈസേഴ്സും.
മനസ്സിലായോ? അങ്ങനെയുള്ള ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ എന്ന നടപടിക്രമത്തില് വെൽ ട്രെയിനഡ് ലഭിച്ചവരും ട്രെയിനിങ് ലഭിച്ചവരും അതുപോലെ തന്നെ പരിചയമുള്ള ആളുകളായിരിക്കും. ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് എന്ത് എല്ലാ ആ സ്റ്റാഫിനെ ഇവർക്ക് കീഴിലുള്ള സ്റ്റാഫിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആയാലും ഫ്ലോർ സൂപ്പർവൈസർ ആയാലും ഇവർക്ക് കീഴിലുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഇവരുടേത്. ഇവർക്ക് എന്താണ് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിൽ വളരെ ട്രെയിനിങ് ലഭിച്ചവരും വളരെ പരിചയസമ്പന്നരായിരിക്കും ഈ എക്സിക്യൂട്ടീവ്സും ഫ്ലോർ സൂപ്പർവൈസേഴ്സും. കിട്ടിയോ? ഇനി നെക്സ്റ്റ് ആണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. എന്താണ് എംപ്ലോയീസ്? വളരെ താഴ്ന്ന അല്ലെ ലോവർ ലെവലിലുള്ള ആൾക്കാരാണ് അല്ലെ. ഓക്കെ തേർഡ് പൊസിഷനിലുള്ളവരാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. നോക്കാം. മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്സ് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. അവരെന്താണ്? ഇൻഎക്സ്പേർട്സ് ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ അവർക്ക് സാലറി എങ്ങനെയായിരിക്കും? എങ്ങനെയുള്ള സാലറിയാണ് ലഭിക്കുന്നത്? കുറഞ്ഞ സാലറി ആയിരിക്കും ലഭിക്കുന്നത്. Must be well familiar with the housekeeping procedures by training and education. ഇനി അവരെങ്ങനെയാണ് ഈ ഹൗസ് കീപ്പിംഗ് സർവീസസില് പരിചയസമ്പന്നര് ഫെമിലിയർ ആകുന്നത്? എങ്ങനെയാണ്? അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിലൂടെയും അവർക്ക് എന്തെങ്കിലും സർവീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോ മുതിർന്ന അല്ലെ ഹൈ പൊസിഷനിലുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അല്ലെ. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവർക്ക് കിട്ടുന്ന എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ട്രെയിനിങ് ലഭിക്കുമ്പോഴാണ് അവരുടെ മേഖലയിൽ അവര് വളരെ പ്രഗത്ഭരാകുന്നത് അല്ലെ. അവരുടെ സർവീസ് എന്താണ്, അവർക്ക് ചെയ്യേണ്ട ജോലികൾ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എഡ്യൂക്കേഷനിലൂടെയും ട്രെയിനിങ്ങിലൂടെയുമാണ്. അവര് ഇൻഎക്സ്പേർട്ട് ആയിരിക്കും, ലോവസ്റ്റ് പെയ്ഡ് ആയിരിക്കും, അവർക്ക് ലോവസ്റ്റ് സാലറി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഓർഗാനോഗ്രാമിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ലെവലിലുള്ളത് മാനേജർ ആണ്, ഫസ്റ്റ് പൊസിഷൻ. ഇനി സെക്കൻഡ് പൊസിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. അതുപോലെ തന്നെ ലാസ്റ്റ് പൊസിഷനിലുള്ളവര് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ആണ്. ഓക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചേ. ക്ലിയർ ആണോ? ഓക്കെ അപ്പൊ ഇത്രയും വരെ നിമിഷം എടുക്കുന്നുള്ളൂ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം. വായിക്കാതിരിക്കരുത് കേട്ടോ, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും. ഓക്കെ ഓക്കെ താങ്ക് യു.